വെൻ ദേ സേ എൻ്റെ വെഡിങ് വരെ എനിക്ക് എനിക്ക് കളർ വെക്കണം. ടീനേജേഴ്സ് സ്പെഷ്യലി ബോയ്സ് കുറേ പേഷ്യൻസ് ഉണ്ട്. ഐ എം ടെലിങ് യു, ടീനേജർ ബോയ്സ് ഹു വാണ്ട്സ് ടു ബിക്കം ഫെയർ. ഇങ്ങനെ ഈ ഷേവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫേസ് വാക്സ് ചെയ്യുന്നതിന് ഇതിനൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ഇപ്പം ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റും ഇടയ്ക്ക് വന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്കിൻ ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. എന്ന് വെച്ചാൽ ആ സ്കിൻ ടെക്സ്ചർ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മൈക്രോ നീഡ്ലിംഗ് ഹെൽപ്പ് ചെയ്യും. ബൊട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ് ഇത് രണ്ടും ഒന്നാണോ? അപ്പോൾ അതിന് ഗ്ലൂട്ടതൈൻ ഹെൽപ്പ് ചെയ്യും. ബട്ട് നമുക്കത് എത്രത്തോളം ഫെയർനെസ് ഉണ്ടാക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഡെഫിനറ്റ്ലി വിൽ മേക്ക് യുവർ സ്കിൻ ഹെൽത്തി എന്നുള്ള രീതിയിൽ വി ക്യാൻ സ്റ്റാർട്ട് ഓഫ് വിത്ത് എ സ്മോളർ ഡോസ്. വെഡിങ് ഇസ് അനദർ തിങ്. ലൈക്ക് എവ്രി വൺ വാണ്ട് എന്താ ഡ്രീമായിട്ടുള്ള വെഡിങ് ആണ് ഇപ്പം എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ക്ലിനിക്കിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ബിക്കോസ് ഇന്നും ആളുകൾ ബ്യൂട്ടീനെ റിലേറ്റ് ചെയ്യുന്നത് സോ ആൻഡ് സോ ഫെയർ അല്ലെങ്കിൽ തിൻ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയുള്ള നോസുള്ള ഇങ്ങനെയുള്ള ഇതല്ല. ദർ ആർ സം സ്റ്റാൻഡേർഡ്സ് ടു ഇറ്റ്, എസ്പെഷ്യലി ഫെയർനെസ്. അപ്പോൾ എന്താണ് ശരിക്കും ബ്യൂട്ടി ആസ് എ ഡെർമറ്റോളജിസ്റ്റ്? ബ്യൂട്ടി ഈസ് വെരി മച്ച് പീപ്പിൾ കോംപ്രിഹെൻഡ് ആസ് ഫെയർനെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെയർ തിൻ പേഴ്സൺ ആയിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു. അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് പേര് അവർക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും, ദീസ് ആർ ദ ബ്യൂട്ടിഫുൾ വിമൻ, സോ വി ഹാവ് ടു ലുക്ക് ലൈക്ക് ദം. So, but beauty, what we should understand is not being fair or being more symmetry. ഇപ്പോൾ മൂക്ക് കറക്റ്റ് സിമെട്രി, ചുണ്ട് കറക്റ്റ് സിമെട്രി, ചിന്ന് കറക്റ്റ്, ചീക്ക് കറക്റ്റ്. An ideal face is never symmetrical. And definitely fairness is not, ആ ഒരു കോമ്പണൻ്റ് ഓഫ് ഫെയർനെസ് ബ്യൂട്ടീനകത്ത് വരരുത് ഒരു കാരണവശാലും. So many people അല്ലേ who are brown and black who are ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പം നമുക്ക് ഇറ്റ്സ് എൻ അവെയർനെസ് അല്ലേ. നമുക്ക് അത് ആ ഒരു ഫെയർനെസ് ആണ് ബ്യൂട്ടി എന്ന് കണക്കാക്കുന്ന ഒരു കൾച്ചറിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ആ ഒരു സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അത് സ്പെഷ്യലി പേഷ്യൻസിനെ കൺവിൻസ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. വെൻ ദേ സേ എൻ്റെ വെഡിങ് വരെ എനിക്ക് കളർ വെക്കണം അല്ലെങ്കിൽ എൻ്റെ വെഡിങ് വരുമോ, ഇറ്റ്സ് ഓക്കെ ടു സേ എനിക്കൊന്ന് ഗ്ലോ ആവണം, എൻ്റെ സ്കിൻ ടാൻ മാറ്റണം. സോ ദേഴ്സ് എ ഡിഫറൻസ് അല്ലേ. എനിക്ക് ഫെയർ ആവണം അല്ലെങ്കിൽ എനിക്ക് ടാൻ മാറ്റണം, ഇത് പറയുന്നതിൽ നല്ല വ്യത്യാസമുണ്ട് ഈ രണ്ടിൻ്റെയും. സോ നമ്മൾ വേർ ആർ വി ഹെഡഡ് ടു അല്ലേ. വി ഹാവ് generation behind us, they are listening to us അല്ലേ. സോ what we need to tell them is that fairness അല്ല എല്ലാം. ഓക്കെ, fairness doesn't decide anything. അപ്പോൾ നമ്മൾ കുറേയും കൂടെ ആഗ്രഹിക്കേണ്ടത് ഒരു ഗ്ലോ ഉള്ളൊരു സ്കിൻ, ഹെൽത്തി ആയിട്ടിരിക്കണം, വലിയ ഡാമേജ് ഒന്നുമില്ല, സ്കിന്നിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാത്ത ഒരു സ്കിൻ. അതുപോലെ സിമെട്രി ആലോചിച്ച് ഇങ്ങനെ അവിടെ കുറഞ്ഞു ഇവിടെ കുറഞ്ഞു ഇവിടെ ഒന്ന് കൂട്ടണം അവിടെ ഒരു കൂട്ടണം, അതിനൊരു എന്താ പറയുക, അതിന് ഒരു സ്റ്റോപ്പ് ഉണ്ടാകത്തില്ല. വൺസ് വി സ്റ്റാർട്ട് വിത്ത് ഇറ്റ് തന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. യുനോ ഈ സൈഡ് കുറഞ്ഞു ആ സൈഡ് കുറഞ്ഞു. ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഫില്ലേഴ്സ്. ഹൗ നമ്മൾ മറ്റേ എന്താണ് കറി കൂടിപ്പോയി കുറച്ച് ചോറ് അതെ കുറച്ച് ആ അവസ്ഥയായിരിക്കും. ഈ ചീക്ക് ചെയ്തു അപ്പോൾ ഈ ചീക്ക് ശരിയായില്ല. ഒബ്വിയസ്ലി അവർ ആ ചീക്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ സൈഡിൽ ശരിക്കും ഇത് വരാത്ത കുറേ പേഷ്യൻസ് ഉണ്ട് അങ്ങനെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡ് ഓഫ് ഫേസ് നമ്മൾ ആ സിമെട്രി ഉള്ള ഫേസ് വെൻ വി edit it and put that same side on the other side, they will definitely not look beautiful. You should try it for yourself. അത് ഒരിക്കലും ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. ഇപ്പോൾ ഉള്ള ഫേസ് ആയിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഇറ്റ് വിൽ ചേഞ്ചും മറ്റേ സൈഡ്. സോ ഒരു ഏസിമെട്രി ഫേസ് ആണ് എപ്പോഴും ബ്യൂട്ടിഫുൾ. സോ അതൊക്കെ നമുക്ക് മനസ്സിലാവാം മേ ബി നമ്മൾ ഒരു ഏജ് കഴിയുമ്പോഴായിരിക്കും. സോ എക്സാക്ട്ലി. അപ്പോൾ വൈ ഡോണ്ട് വി നോ ഇറ്റ് ഏർലി അല്ലേ. വി ഓൾ ഹാഡ് ദാറ്റ് അല്ലേ. വി ഓൾ ഹാവ് ഗോൺ ത്രൂ ദാറ്റ് ഫേസ്. വി വോണ്ട് ടു ലുക്ക് ഫെയർ അല്ലേ. വി വോണ്ട് ടു ലുക്ക് ഫെയർ or we want to be fair, look like someone else, look like someone else, have that hair, have that lips അല്ലേ. സോ ഇപ്പോഴും യങ്ങർ ജനറേഷൻ ആസ് ഇൻ ടീനേജേഴ്സ് അല്ലെങ്കിൽ ഏർലി 20s ആൾക്കാർ ഇങ്ങനെയുള്ള തോട്ട്സ് ഉണ്ടോ? ഉണ്ടല്ലേ. Definitely. They will say എനിക്ക് ലിപ്സ് തിന്ന, എനിക്ക് കുറച്ചും കൂടെ ലിപ്പ് തിക്കാക്കണം, എൻ്റെ ലിപ്പ് ഭയങ്കര തിന്ന. അപ്പോൾ അങ്ങനത്തെയാണ് കൂടുതലും ആ ഏർലി ഏജിൽ വരുന്നത്. അതുപോലെ അണ്ടർ ഐ
ഭയങ്കര കറുപ്പ്. അത് ജനറ്റിക് കുറേയൊക്കെ യുനോ കുറേയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ദീസ് ഓഫ് പിന്നെ ഇതാണ് കളർ വെക്കണം. ഫെയർനെസ് ഓൾസോ ബിഗ് തിങ് അമong ടീനേജേഴ്സ്, സ്പെഷ്യലി ബോയ്സ്. കുറേ പേഷ്യൻസ് ഉണ്ട്. ഐ എം ടെലിംഗ് യു, ടീനേജർ ബോയ്സ് ഹു വാണ്ട്സ് ടു ബിക്കം ഫെയർ. ആൻഡ് സോ യു സീ ദ ട്രെൻഡ് ഹൗ സ്റ്റിൽ ആ ഒരു ട്രെൻഡ് ഉണ്ട് യുനോ അമong. അപ്പോൾ എല്ലാ എക്സ്ട്രീമിലുള്ള ഒരു പേഷ്യൻസ് മാത്രം നമ്മളെല്ലാവരും ഐ എം ടോക്കിംഗ് അബൌട്ട് എവ്രി വൺ. കുറച്ച് പേർക്ക് കളർ വെക്കണം, കുറച്ച് സോ ഇറ്റ്സ് ലൈക്ക് സോ ബ്യൂട്ടി ഇസ് ലൈക്ക് ഇറ്റ്സ് എന്താ പറയുക, ഇറ്റ് ലൈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ അല്ലേ. സോ ഇറ്റ് ഈസ് ബട്ട് അഗൈൻ വി ഷുഡ് ഓൾസോ റിയലൈസ് ദാറ്റ് fairness is not everything. Yeah. Symmetry is not everything. Yeah. It's all about having a good skin, a good lifestyle. So these are the factors. Now, ഗ്ലൂട്ട നമ്മൾ The glute. എല്ലാവരും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലൂട്ടനെ കുറിച്ച്. അപ്പോൾ ഇത് ഇങ്ങനെ വെളുക്കാനുള്ളതല്ല എന്നും ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നും ഇതിന് വേറെ കുറേ ബെറ്റർ നമുക്ക് നമ്മളെ ശരീരത്തിന് വേണ്ട വേറെ കുറേ ബെറ്റർ ആക്കാനുള്ള ആൻറ്റി ഓക്സിഡൻസ് ഇതിനകത്തുണ്ട്. ആൻഡ് മേ ബി യു വിൽ ഫീൽ ലൈക്ക് ഐ വുഡൻറ്റ് സേ ബ്രൈറ്റർ എന്ന്, ബട്ട് യു മേ ഫീൽ ഒരു കുറച്ചൊരു ഗ്ലോ ഉള്ള പോലെ, കുറച്ചൊരു സ്കിന്ന് ബെറ്റർ ആയ പോലെ. ഇത് നമ്മൾ എല്ലാവരും, അതായത് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ആളാണ് അവിടെ വന്നിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ചെയ്ത ആൾക്കാർ പറഞ്ഞാലും ഡോക്ടേഴ്സ് പറഞ്ഞാലും സ്റ്റിൽ ദർ ഇസ് എ മെസ് അറൗണ്ട് ഇറ്റ് അല്ലേ. ഇറ്റ്സ് അബൌട്ട് വൈറ്റനിങ്. അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യാറ്? ഭയങ്കര പാടാണ് ഹാൻഡിൽ ചെയ്യാൻ. ബിക്കോസ് എസ്പെഷ്യലി നമുക്ക് ഇന്ത്യയിലുള്ള കൾച്ചർ വെച്ചിട്ട് നമുക്കൊരു പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഈവൻ ദോ വി വോണ്ട് ടു സേ എഗൻസ്റ്റ് ഇറ്റ്, ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ കൂടിയും അവർ നമ്മുടെ അടുത്ത് പറയും എന്തുകൊണ്ട് ചെയ്തുകൂടാ. ഓക്കെ, എന്തുകൊണ്ട് അത് എല്ലാവരും ചെയ്യുന്നുണ്ട്, വൈ നോട്ട് അസ്. ഓക്കെ, അത് ചെയ്യണ്ടെന്ന് യൂഷ്വലി പറയുന്ന അവരുടെ എക്സ്പെക്ടേഷൻ ഇതാണെന്ന് അറിയുന്നോണ്ടാണ്. എക്സാക്ട്ലി, അതുകൊണ്ടാണ്. ബിക്കോസ് സി ഒരു ജനറലി ഒരു റിയലിസ്റ്റിക് ആയിട്ട് എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരാളാണെങ്കിൽ വി ഡോണ്ട് മൈൻഡ് ടെല്ലിങ് ദം. ഓക്കെ, പക്ഷെ എപ്പോഴും ഒരു റെഡ് ഫ്ലാഗ് എനിക്ക് വരുന്നത് പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർണിംഗ് പോലെ റെഡ് ഫ്ലാഗ് സൈൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെൻ ദേ സേ എനിക്ക് വെളുക്കണം. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് എനി ഡെർമറ്റോളജിസ്റ്റ് ഫോർ ദാറ്റ് മാറ്റർ ഇറ്റ് വിൽ പുട്ട് ദം ഓഫ്. കാരണം അവർക്കറിയാം ദിസ് പേഷ്യൻറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഡിഫിക്കൾട്ട് പേഷ്യൻറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ വോണ്ട് സംതിങ് അല്ലേ. സോ വി നീഡ് ടു കൺവിൻസ് ദം ദാറ്റ് യുവർ സ്കിൻ ഇസ് ഹെൽത്തി. Okay, that is one thing. And what we'll aim is for a healthier skin. അപ്പം ഒന്ന് സ്കിന്നൊന്ന് ശരിയാക്കി ഒരു നല്ല ഒരു സ്കിൻ, തുടുത്ത സ്കിന്നും പിന്നെ കളറൊന്നും ഇല്ല, പിഗ്മെൻറ്റേഷൻ കളറില്ല മീനിങ് പിഗ്മെൻറ്റേഷനൊന്നും ഇല്ലാത്ത ഒരു നല്ല സ്കിന്നാക്കി നമുക്ക് ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാം. അപ്പോൾ അതിന് ഗ്ലൂട്ടത്തൈൻ ഹെൽപ്പ് ചെയ്യും. ബട്ട് നമുക്കത് എത്രത്തോളം ഫെയർനെസ് ഉണ്ടാക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഡെഫിനറ്റ്ലി വിൽ മേക്ക് യുവർ സ്കിൻ ഹെൽത്തി എന്നുള്ള രീതിയിൽ വി ക്യാൻ സ്റ്റാർട്ട് ഓഫ് വിത്ത് എ സ്മോളർ ഡോസ്. അവരുടെ ഒന്ന് പ്രൊഫൈൽ എന്നാ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കുറച്ച് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് എ സ്മോളർ ഡോസ് ആൻഡ് ഗോ അപ്പ് എന്നൊക്കെ പറയാം. ബട്ട് എങ്ങനെയായാലും ഈ IV ഗ്ലൂട്ടത്തയോണിന് നമ്മൾ പറയുമ്പോൾ ലാബൊക്കെ നോക്കി അവരുടെ അണ്ടർലൈങ് ലാബ് ടെസ്റ്റൊക്കെ നോക്കി അവരുടെ അണ്ടർലൈങ് മെഡിക്കൽ ഇൽനെസ്സും അതൊക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, ഒരു ക്ലോസ് മോണിറ്ററിങ് വേണം. അവർക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നീടായാലും അവരത് കറക്റ്റായിട്ട് തന്നെയല്ല ചെയ്യുന്ന, എക്സസീവായിട്ട് ചെയ്യുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടതും. അവരുടെ അടുത്ത് അൺഎക്സ്പെക്റ്റഡ് ഒരു എന്താ പറയുക, ഒരു ലോങ് ടേം യൂസിന് അവരെ കൗൺസിൽ ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൽ ദം ഇറ്റ് ഇസ് ടെമ്പററി. പിന്നെ കുറേയൊക്കെ നമ്മുടെ രീതികളും നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടി ബെറ്റർ ആവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരാൾ കളർ മാറ്റുമല്ല, ഇത്രയധികം ആൻറ്റി ഓക്സിഡൻസ് ഫ്ലഷിൻ ഇങ്ങനെ ബോഡിയിലോട്ട് ഇടുമ്പോഴത്തേനും ഇറ്റ് ക്യാൻ കോസ് സം ഇഷ്യൂസ് ലേറ്റർ ഓൺ. നമുക്ക് അറിയത്തില്ല. ബട്ട് സോ ഫാർ ഒബ്സഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എക്സാക്ട്ലി, ദാറ്റ് ഈസ് ദ കീ ഫാക്ടർ. ഒബ്സഷൻ വരാതെ നോക്കുക, അതാണ് മെയിനായിട്ട്. സി UAE സ്റ്റിൽ ദർ ആർ സം റെഗുലേഷൻസ് അഗൈൻസ്റ്റ് ഇറ്റ്. സോ വി ക്യാൻ നോട്ട് ഗിവ് ഇഞ്ചെക്ഷൻസ്. ഫെയർനെസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വെളുക്കാനായിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് അങ്ങനെ. അപ്പോൾ ഇവിടെ നിന്നുള്ള പേഷ്യൻസ് അവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ പറയും എനിക്കത് തരാൻ പറ്റത്തില്ല, കാരണം ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. സോ ദർ വി ഹാവ് കോമ്പിനേഷൻ ജസ്റ്റ് ഫോർ എന്താ പറയുക, ഒന്ന് ലൈക്ക് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ് കൈൻഡ് ഓഫ് ഇഞ്ചക്ഷൻ. അല്ലാതെ ഗ്ലൂട്ടത്തയോൺ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ്
fairness is not something which we should market. Yeah, for sure. Because we are what we are. We Okay, are we are beautifully brown beautifully skin. brown or whatever skin, but I think it's high time we start accepting it. It's more than all this fairness hype. It should be more like healthy skin. അതെ 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 ഷുവറായിട്ട് Healthy skin. ഞാനൊക്കെ ഡോക്ടറെ അടുത്ത് വന്ന് പറഞ്ഞ എനിക്കൊന്ന് ഈവൻ സ്കിൻ Skin ആക്കണം. correct. ബിക്കോസ് എനിക്ക് പല Of course, you had lot of blemishes. അല്ലേ? Yeah. കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതെ. എന്നിട്ട് ആണ് ഞാൻ അങ്ങനെ തന്നെ അത് പറഞ്ഞേ. ഐ നെവർ എനിക്ക് വെളുക്കുന്നത് ഇഷ്ടമല്ല ആക്ച്വലി. എനിക്ക് ബ്രൗൺ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. വെഡിങ് ഇസ് അനദർ തിങ്. ലൈക്ക് എവ്രി വൺ വാണ്ട് എന്താ ഡ്രീം ആയിട്ടുള്ള Yes. വെഡിങ് ആണ് ഇപ്പം എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ക്ലിനിക്കിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. പക്ഷേ എത്ര സമയം മുന്നേ വരണം? ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഡസൻ ഹാവ് ടു ബി ക്ലിനിക്, പക്ഷെ സലോണിലാണെങ്കിലും പോയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവുന്നതോ നമ്മൾ കാണാറുണ്ട്. അപ്പം എത്ര മുന്നേ വന്ന് ചെയ്യണം? ആൻഡ് എന്തൊക്കെയാണ് ഇപ്പം വെഡിങ്ങിന് വേണ്ടിയിട്ട് യൂഷ്വലി ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ്? ഇപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഇതല്ല പറയാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ട് ഞാൻ പറയാം. നോർമലി പേഷ്യൻസ് ഇപ്പോൾ എനിക്ക് വരുന്ന കുറച്ച് പേഷ്യൻസ് ഇങ്ങനെ ചില അവർക്കൊരു പിക്ചർ ഉണ്ടാവും അവരെങ്ങനെ വേണം വെഡിങ് എന്നുള്ളത്. ഓക്കെ, സോ ദേ മോസ്റ്റ്ലി ടെൽ മീ ഡോക്ടർ എനിക്ക് സ്കിൻ ഗ്ലോയി ആയിരിക്കണം, മേക്കപ്പ് ഇടുമ്പോൾ എനിക്ക് അങ്ങനെ ബ്രേക്ക്ഔട്ട്സ് പാടില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഓഫ് കോഴ്സ് ഫൗണ്ടേഷൻ ഇടുമ്പോൾ ബ്രേക്ക്ഔട്ട്സ് പാടില്ല. സോ ആക്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം ബ്രേക്ക്ഔട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരു ആക്നെയുള്ള പേഷ്യൻ്റ് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് എൻ്റെ ആക്നെ മാറ്റി തരണം, പിന്നെ അതിൻ്റെ പിഗ്മെൻറ്റേഷൻ വന്നിട്ടുള്ളതും മാറ്റി തരണം. അപ്പോൾ അതൊക്കെ റീസണബിൾ റിക്വസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ടാബ്ലറ്റ്, മെഡിക്കേഷൻ, ക്രീംസ്, മെഡിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് എല്ലാം ശരിയാക്കി കൊടുക്കും. അത് ശരിയാക്കിയിട്ട് ഒരു 3 months മുന്നേ എന്ന് വിചാരിച്ചു. അതൊരു ഐഡിയൽ ടൈം ബിഫോർ സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് അതൊക്കെ മാറി 6 weeks ആകുമ്പോൾ തന്നെ പറയും ഡോക്ടർ മാർക്സ് പോയിട്ടില്ല, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ പീല് തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഒരു 3 months മുന്നേ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതൊക്കെ ചെയ്യണമെന്ന്. പീല് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ ആക്നിയൊക്കെ കുറഞ്ഞിരിക്കുന്ന ഫേസാണ്. പിന്നെ സ്കിന്നൊന്ന് ടോൺ ശരിയാക്കണം. അപ്പോൾ നമ്മൾ ലേസർ സ്റ്റാർട്ട് ചെയ്യും, ജസ്റ്റ് ഒന്ന് കളറ് ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. പിന്നെ വരുന്ന ഡിമാൻഡ്സ് കൂടുതലും ഫീമെയിൽ പേഷ്യൻസിനാണ്. വെച്ച് കഴിയുമ്പോൾ അവർക്ക് ഓഫ് കോഴ്സ് ലിപ്പിൽ എന്തെങ്കിലും ചെയ്യണം, ലിപ്പ് റിജുവിനേഷൻ. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ സെൻട്രൽ പാർട്ട് ഓഫ് ദ ഫേസ്, മോസ്റ്റ് ഓഫ് ദ റിക്വസ്റ്റ് ഫോർ ബ്രൈഡ്സ് ആർ ഫോർ ദ മിഡ് ഫേസ് ഫീച്ചേഴ്സ്. നോസ്, ലിപ്സ്, ചിൻ. ഈ 3 ഏരിയാസ്, കാരണം നമ്മുടെ എപ്പോഴും ഫോക്കസ് വരുന്ന ഈ ഏരിയാസാണ് കൂടുതലും മിഡിൽ ഓഫ് ദ ഫേസ്. വെൻ യു ഡു എനിത്തിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഫേസ് യു ബി വെരി കെയർഫുൾ, സ്പെഷ്യലി ലിപ്സ്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ലിപ്പ് ആൻഡ് ചിന്നും. സോ ഫസ്റ്റ് ലിപ്പ്, പിന്നെ നോസ് ആൻഡ് ചിൻ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവർ യൂഷ്വലി ഉദ്ദേശിക്കുന്നത് ഫില്ലേഴ്സ് ആണ്. യെസ്, എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു അപ്പിയറൻസ് എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോഴത്തേനും കുറച്ച് ചുളിവുകളില്ലാത്ത ലിപ്സ് ആയിട്ടിരിക്കണം. അതൊരു ഭയങ്കര ഇൻ ഡിമാൻഡ് അമോങ് ബ്രൈഡ്സ്. ഒബ്സഷൻ. ഇറ്റ്സ് ലൈക്ക് അവർക്ക് ആ ഫോട്ടോ കണ്ടിട്ട് ആ ബോളിവുഡ് ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഹോളിവുഡ് സ്റ്റൈൽ പിക്ചേഴ്സ് വേറെ ഒരു ലൈന് പോലും ഇല്ലാത്ത ലിപ്പുണ്ടാവും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ. സോ ദിസ് ഈസ് വാട്ട് അവർക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓക്കെ ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്, ബട്ട് ദിസ് ഈസ് വാട്ട്. സോ ഐ ഡോണ്ട് ഗിവ്, ഈവൻ ദോ ഐ എം ഡൂയിങ് എ ലോട്ട് ഓഫ് ലിപ്പ് ഫില്ലേഴ്സ് ബിക്കോസ് നമുക്ക് UAE-ലായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫില്ലേഴ്സ് പോകുന്ന ഒരു ഏരിയ ലിപ്പിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ സെൻറ്റർ ഓഫ് ഫോക്കസ് ഇസ് ഓൾവേസ് മിഡ് ലൈനിലുള്ള ഫീച്ചേഴ്സാണ്. അപ്പം അവർ ആ പൗട്ടിൻ്റെ പിക്ചറൊക്കെ ആയിട്ട് വരും, ഇതെനിക്കിങ്ങനെ ഇങ്ങനെ ആക്കി തരണം, കുറച്ചൊന്നും ഇതിങ്ങനെ. സോ ഭയങ്കര ഹൈലി ഡിമാൻഡിങ് ആണ്. സോ ഇറ്റ്സ് ഈ ഏരിയയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഡിമാൻഡിങ് ആണ്. കാരണം അവർ പറയും ഇത് ശരിയായിട്ടില്ല കേട്ടോ ഡോക്ടർ, കുറച്ചും കൂടി അങ്ങോട്ടാക്കണം, ഇത് നന്നായിട്ടുണ്ട്, എന്നാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം, വേണമെങ്കിൽ കുറച്ചും കൂടി സൈസ് ആക്കി തരണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിമാൻഡ്സ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഒരു പ്രൈം ഏരിയ ഓഫ് ഫോക്കസ് ഇസ് ചിൻ ആൻഡ് ലിപ്പ്. ആൻഡ് സോ ഇതൊക്കെയാണ് മോസ്റ്റ്ലി. കാരണം മോസ്റ്റ്ലി ഇറ്റ്സ് ഏർലി ബ്രൈഡ്സ് അല്ലേ, 20s. സോ ദേ ഡോണ്ട് ഹാവ് മച്ച് സാഗിങ്. അപ്പോൾ നമ്മൾ അങ്ങനെ അധികം ഫില്ലർ കുത്തേണ്ട വേറെ ഏരിയാസ് ഒന്നും വരുന്നില്ല. സോ ജസ്റ്റ് ഫീച്ചേഴ്സ് ഒന്ന് കറക്റ്റ് ചെയ്യുക, അത് മാത്രമാണ് അവരുടെ ബേസിക്. സോ മോസ്റ്റ്ലി 3 months മുന്നേ സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ദീസ് ആർ ഫ്യൂ ഓഫ് ദ ഡിമാൻഡിങ്. ഇങ്ങനെ അവർക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള കുറച്ച് പ്രൊസീജിയർ, നമുക്ക് അവരുടെ ആ ഒരു ഐഡിയൽ ഇത് എത്താനായിട്ട് നമ്മൾ അവർക്ക് നേരത്തെ തുടങ്ങണം. ബൊട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ് ഇത് രണ്ടും ഒന്നാണോ? ഇത് രണ്ടും ഒന്നല്ല. എന്താ വ്യത്യാസം ആക്ച്വലി? ഇത് രണ്ടും ഇഞ്ചെക്ഷൻസാണ്. പക്ഷേ ഒന്നിൽ അത് ഒരു പ്യൂരിഫൈഡ് പ്രോട്ടീനാണ്, ഈ മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു
മെഡിസിൻ അടങ്ങിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് ബോട്ടുലിനം ടോക്സിൻ. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡ് Botox. നെയിം ബോട്ടോക്സ്. ആ ബോട്ടോക്സ് പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിമോ ലൈക്ക് വി സേ ഇൻ ചോക്ലേറ്റ്സ് കാഡ്ബറി. So there are different types of chocolates, right? Different brands. അപ്പോൾ അതിൽ ഒരു ബ്രാൻഡാണ് ബോട്ടോക്സ്. Okay. There are other brands also like Okay. Dysport on Fine. But it's everyone calls it Botox. so it's like you call chocolate Cadbury. so it's like Cadbury. So it's like അതുപോലെ so Botox is actually ഒരു ബ്രാൻഡിൻ്റെ പേര്. ആ ബോട്ടുലിനം ടോക്സിൻ ആണ് മരുന്ന്. Oh. ഓക്കെ. അപ്പോൾ ആ പ്യൂരിഫൈഡ് പ്രോട്ടീനാണ് ഈ മസിൽ റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഈ മസിൽ റിലാക്സ് ചെയ്യാന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു റിങ്കിൾ ഉണ്ട്. കറക്റ്റ്. അപ്പോ അത് ഞാൻ ഇൻജെക്ട് ചെയ്താല് ആ മസിൽ റിലാക്സ് ആവും. ഓക്കെ ഇങ്ങനെയാവും കറക്റ്റ് അല്ലേ? പക്ഷെ ആ ലൈൻ മസിൽ ഉണ്ടാക്കുന്ന ലൈൻ ആണെങ്കിൽ അത് റിലാക്സ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് മസിൽ യു ആർ നോട്ട് മൂവിങ് യുവർ മസിൽ അല്ലേ. ആ മസിൽ മൂവ് ചെയ്യുമ്പോൾ വരുന്നുള്ള ലൈൻസ് മാത്രമാണ് ഈ ഇഞ്ചക്ഷൻ കൊണ്ട് റിലാക്സ് ആവത്തുള്ളൂ. ഓക്കെ ഓക്കെ. സെയിം ലൈക്ക് എൻ ഇലാസ്റ്റിക് ഇത് ബാൻഡ്. ഭയങ്കര ഫേമസ് അല്ലേ? ഇറ്റ് ഈസ് വെരി ഫേമസ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അത്രയ്ക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് അത് അത്രയും ഫേമസ് ആവുന്നത്. യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ റിങ്കിൾസിനാണ് ഉള്ള ഏരിയസിലാണ് കൂടുതലായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് നമുക്കൊരു ഇലാസ്റ്റിക് ബാൻഡ് നമ്മളത് ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ചുളുക്കുകൾ വരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ഈ ഇഞ്ചക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് സ്റ്റേ ഫ്ലാറ്റ്. ഓക്കെ. അപ്പോൾ അത് കോൺട്രാക്ട് ചെയ്യത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലെക്സ് ചെയ്യത്തില്ല. അപ്പോൾ അതിന് ചുളുകൾ ഉണ്ടാക്കാനായിട്ട് അപ്പൊ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയാലും അത് ഇങ്ങനെ ആവൂല, ഇല്ല. ഇങ്ങനെ ആവില്ല. ഓ ദാറ്റ് വിൽ ബേസിക്കലി എഫക്ട് നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ. യെസ്. സോ ദാറ്റ്സ് വൈ സ്റ്റിഫ് ആവും. നോട്ട് നമ്മൾ ഫുൾ ഫേസ് ചെയ്യുന്നല്ലോ. ആ. നമ്മൾ ആ മസിൽ ഉള്ള But just ഏരിയാസിൽ imagine ഞാൻ ഇവിടെ 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 ചെയ്യണ്ട ഇല്ല. ആവശ്യമില്ല നമ്മൾ അല്ലേ? ആ മസിൽ ഉണ്ടാക്കുന്ന ആ ലൈൻസിന്റെ ആ ഏരിയയിൽ ഫോക്കസ് But ചെയ്തിട്ട് it can ഇഞ്ചക്ഷൻ go ചെയ്യണം. wrong. It can go wrong meaning it can cause some problems like for example ഇപ്പോൾ ഈ ഇവിടുന്ന് കുറച്ച് താഴ്ത്തിയിട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഐലിഡിലോട്ട് കുറച്ച് കയറിയിട്ട് ഇവിടുന്ന് കുറച്ച് താഴ്ന്ന് വരാം. ഓ. ടോസസ് എന്ന് പറഞ്ഞിട്ട്. Okay. പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും Okay. ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് ഹാസ് സം ഡൺ റോങ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ. അപ്പോൾ അത് കറക്റ്റ് സ്ഥലത്ത് കുത്തിക്കഴിഞ്ഞാൽ ആ കറക്റ്റായിട്ടുള്ള റിസൾട്ട് തന്നെ വരും. പിന്നെ ഒരു ടച്ചപ്പ് സംടൈംസ് ഒരു 10 days കഴിയുമ്പോൾ ചെയ്യേണ്ടി വരും. Okay. ഇൻ ഓർഡർ ടു ഇഫ് ദർ ഇസ് എനിത്തിങ് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ശരിയാക്കണമെങ്കിൽ യൂഷ്വൽ ഏരിയാസ് ഏതൊക്കെയാണ്? നോർമലി നമ്മൾ ചെയ്യുന്നത് അപ്പർ ഫേസിലാണ്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർഹെഡിൻ്റെ ഏരിയാസിൽ ഇവിടെയുള്ള ഏരിയാസിൽ അതുപോലെ കണ്ണിൻ്റെ ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ലൈൻസ്. ഓക്കെ. ക്രൗസ് ഫീറ്റ് എന്നാണ് നമ്മൾ പറയുക. ക്രൗസ് ഫീറ്റ്. അപ്പോൾ ഇവിടെ അല്ലേ? ഈ ഒരു 3 ലൈൻ ഇങ്ങോട്ട് ഔട്ടർ ഐൻ്റെ അവിടെ നിന്ന് വരുന്നിടത്ത് പിന്നെ ലെവൻസ് നമ്മൾ പറയുന്ന ഇങ്ങനെ ആംഗ്രി ആവുമ്പോൾ ഉണ്ടാവുന്ന ഈ ലെവൻസ്. Okay. നമ്മൾ ആംഗ്രി ആവുമ്പോൾ ഉണ്ടാവുന്ന ഈ ലെവൻസിൽ ഫോർഹെഡ് ലൈൻസിൽ. അപ്പോൾ ഈ 3 ഏരിയയാണ് മെയിൻ ഫോക്കസ് ബോട്ടോക്സിൻ്റെ അപ്പർ ഫേസിൽ. അല്ലാതെ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ആണ് ഇവിടെ ഈ ബ്രക്സിസം. നമ്മൾ ഈ പല്ല് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന മസിൽ ഇങ്ങനെ ക്ലെൻച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മസിൽ മൂവ്മെൻറ്റിൽ ആ മസിൽ റിലാക്സ് ചെയ്യാൻ. അതുപോലെ ഞങ്ങളിപ്പോൾ വേറെ ഒരു ഏരിയ കോമൺലി ചെയ്യുന്ന ഈ മസിൽ നമ്മൾ ചിലവർക്ക് പക്കറിങ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഇതിങ്ങനെ കയറി പോയി ഈ മസിൽ. ഓഹോ. അപ്പോൾ ഈ മസിൽ റിലാക്സ് ചെയ്യാൻ. ഓക്കെ. പിന്നെ ചിലർ ചിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ലൈൻസ് വരും, ബണ്ണി ലൈൻസ് എന്ന് പറയും, അവിടെ റിലാക്സ് ചെയ്യാൻ. പിന്നെ ചിലർ സ്മോക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവിടെ ലൈൻസ് വരും, ഓക്കെ. സ്മോക്കേഴ്സ് ലൈൻസ്. ആ. അപ്പോൾ അവിടെ തന്നെ. പിന്നെ അതുപോലെ ഈ മൗത്തിൻ്റെ ഈ ആംഗിളിൻ്റെ അവിടെ മസിൽ ഇങ്ങനെ പുള്ളി ചെയ്തിട്ട് നമ്മുടെ ലിപ്പ് കുറച്ച് ഡൗൺ ടേൺഡ് എന്ന് പറയും. ഇങ്ങനെ താഴത്തോട്ടാകുമ്പോൾ ഈ മസിലിൽ നിന്ന് ഇഞ്ചെക്ട് ചെയ്യും. ഇങ്ങനെ ഇരിക്കും. കറക്റ്റ്. ഈ മസിലിന് റിലാക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കുറച്ച് പൊങ്ങി വരും. പിന്നെ മൂക്കിൻ്റെ ഫ്ലെയർ കുറയ്ക്കാൻ. ആ. പിന്നെ ഗമ്മി സ്മൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കുമ്പോൾ ഗമ്മി കാണുമ്പോൾ ഇവിടെ കുറച്ച് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയും. ഓക്കെ. പിന്നെ കഴുത്തിലുള്ള നെക്ക് ബാൻഡ്സ് അതിന് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ സ്വെറ്റിംഗ് കുറയ്ക്കാൻ ആ. ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. അത് ശരി. സോ ദീസ് ആർ പിന്നെ മൈഗ്രെയിൻ ആ. കുറച്ച് ഇഞ്ചെക്ഷൻ പോയിന്റ്സ് ഉണ്ട് മൈഗ്രെയിൻ കുറയ്ക്കാനായിട്ട്. ഓ. അപ്പോൾ ഇതിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ശരി. യെസ്. അപ്പോൾ ബോട്ടോക്സ് ഒരു ചിലർക്കൊക്കെ ഒരു മരുന്ന് പോലെയാണ്. ഓക്കെ. ആൻഡ് ഫില്ലേഴ്സ് ആർ ടു ഫില്ലേഴ്സ് വെരി ഈസി ലൈക്ക് യു സെഡ് ഇറ്റ് ഇസ് ടു ഫിൽ. വോളിയം ഇല്ലാത്ത ഏരിയയിൽ വോളിയം കൂട്ടാൻ വേണ്ടി. യൂഷ്വലി നമ്മള് ചീക്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയയിലും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അണ്ടർ ഐ, അണ്ടർ ഐ, ചീക്ക്, നോസ്, പിന്നെ ലിപ്പ്, ചിൻ, ജോ ലൈൻ. പിന്നെ ഈ ഫില്ലറിൻ്റെ തന്നെ കുറഞ്ഞ ഒരു സ്ട്രെങ്ത് ഉള്ള ഹൈൽറോണിക് ആസിഡ് ആണ് ഈ ഫില്ലറിൻ്റെ HA എന്ന് നമ്മൾ പറയുക. HA ഫില്ലേഴ്സ്, ഹൈൽറോണിക് ആസിഡ് ഫില്ലേഴ്സ്. അപ്പോൾ ഈ ഹൈൽറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഈ ജെല്ലുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലേറ്റിനകത്ത് ഈ ജെല്ല് ഇപ്പോൾ വെക്കുവാണെങ്കിൽ ചീക്കിന് ഉപയോഗിക്കുന്ന കുറച്ച് തിക്ക് ജെല്ലാണ്.
അപ്പോൾ കുറച്ചും ഇങ്ങനെ ഹാർഡ് ജെല്ലി പോലെ ഇരിക്കും. പിന്നെ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുന്ന കുറച്ച് ലൂസ് പോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഏരിയയിൽ ഇങ്ങനെ ഫീൽ ചെയ്യോ സംതിങ് ഇൻസൈഡ് യുവർ you will feel. കുറച്ചൊക്കെ You will feel. Of course, you will feel. You won't feel your bone and fat. You will feel a little bit fuller if you're doing. Of course, you will feel. അപ്പോൾ ചിന്നൊക്കെ പിന്നെ കഴിഞ്ഞ് യൂസ്ഡ് ആവും. പിന്നെ you will get used to it. ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് സ്റ്റേ? It stays like close to 6 to 8 months depending on ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ചില പ്രൊഡക്ട്സ് കുറച്ച് നാൾ നിൽക്കും, ചിലത് കുറേ നാൾ നിൽക്കും. കണ്ടടിയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നോർമലി ഒരു 10 months എന്തായാലും ഇൻവേരിയബിളി നിൽക്കാറുണ്ട്. നോർമലി ഒരു once in a year വരാറുള്ളൂ. ലിപ്പൊക്കെയാണ് പെട്ടെന്ന് പോകുന്നത് 6 to 8 months. കറക്റ്റ്. അപ്പോൾ അത് ചീക്കൊക്കെ പിന്നെയും സ്റ്റേ ചെയ്യും, ചിന്ന നല്ലപോലെ സ്റ്റേ ചെയ്യും. ബിക്കോസ് ദിസ് ഇസ് നോട്ട് എൻ ഏരിയ വി മൂവ് അ ലോട്ട് അല്ലേ. സോ അണ്ടർ ഐ, chin, these two areas I have seen in my past 8, 9, 10 years of injecting. I have seen these areas lasting for a long time. ഏത് ഒരു പ്രൊസീജിയർ ആണ് ദാറ്റ് യു വിൽ സ്വെയർ ബൈ ദിസ് വർക്ക്സ്? അങ്ങനെ I would say microneedling. മൈക്രോനീഡ്ലിംഗ്. ഓക്കെ. Because I don't want to promote injectable as a doctor, but microneedling is something which I have seen and എൻ്റെ പേഷ്യൻസും വന്ന് പറയുന്ന കുറേ എൻ്റെ പേഷ്യൻസ് വന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു പേഷ്യൻറ്റും ഇടയ്ക്ക് വന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന, സ്കിൻ ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. എന്ന് വെച്ചാൽ ആ സ്കിൻ ടെക്സ്ചർ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മൈക്രോ നീഡ്ലിംഗ് ഹെൽപ്പ് ചെയ്യും. അത് എന്ത് ടൈപ്പ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐ എം ജസ്റ്റ് ജനറലി സെയിങ് മൈക്രോ നീഡ്ലിംഗ് ഇസ് എ ഗുഡ് പ്രൊസീജിയർ ഫോർ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. ഇറ്റ്സ് നൈസ്. കാരണം അതിന് അത്രയ്ക്കൊരു ഹാസിലൊന്നുമില്ല. ഈവൻ ഇൻ ടേംസ് ഓഫ് ബഡ്ജറ്റ് ആണെങ്കിലും അതിന് ഡിഫറെൻറ്റ് ടൈപ്പുകൾ ഉള്ളതുകൊണ്ട് നമുക്കൊരു ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന മൈക്രോ നീഡ്ലിംഗ് ഉണ്ട്, ഒരു ഹൈ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഈസ് എൻ്റെ പേഷ്യൻറ്റും പറയുന്ന, ഡോക്ടർ എനിക്കിത് മതി. ഒരു അവർക്ക് അഫോർഡബിലിറ്റി ഉണ്ടെങ്കിലും ചിലവരിത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ലോ അഫോർഡബിലിറ്റി ആയിട്ടുള്ളവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ ഫെൽ അതൊരു ഗ്രൗണ്ട് വെയർ ബോത്ത് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ്. സോ ഐ വുഡ് സേ ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇസ് ലൈക്ക് മേക്കിംഗ് യു ഇങ്ങനെ നമ്മുടെ ഏജ് മാറ്റി ഭയങ്കര യങ് ലുക്കിംഗ് ആക്കുമല്ല, പക്ഷേ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഹെയർ റിമൂവലിന് വേണ്ടി യൂഷ്വലി ലേസർ ഹെയർ റിമൂവൽസ് ഒരുപാട് വർക്ക് ചെയ്യുന്ന പോലെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ എം നോട്ട് എ പേഴ്സൺ ഹു ഹാസ് എ ലോട്ട് ഓഫ് ഹെയർ, ബട്ട് സ്റ്റിൽ ആൾക്കാരങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആൻഡ് ഇപ്പം എല്ലാവരും തന്നെ നമ്മൾ ഫേസൊക്കെ ഷേവ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് എത്രത്തോളം ഓക്കെ ആണ്, നല്ലതാണ്? ഡിപ്പെൻസ്. ഇപ്പോൾ ലേസർ ഹെയർ റിഡക്ഷൻ ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് മറ്റേത് ഉപയോഗിക്കണം എന്നാണ് ഞാൻ നോർമലി പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു തിക്ക് ഹെയർ ഉള്ള ഒരു പേഷ്യൻ്റ് വരുവാണ്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, ബട്ട് ഗൈനക്കോളജി സൈഡിൽ നിന്ന് അവർ പറഞ്ഞു PC, ഇപ്പം നമ്മളിപ്പോൾ പേര് മാറ്റിയല്ലോ, PMOS, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം, PMOS. കറക്റ്റ്. ഓക്കെ. അപ്പോൾ മോർ ലൈക്ക് ദേ ആർ ഫോക്കസിങ് ഓൺ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അങ്ങനത്തെ ഒരു തിങ്കിങ് ആണ് ഇപ്പോൾ. തിങ്കിങ് അങ്ങനെ തന്നെ ആയിരുന്നു, പക്ഷെ ഫോക്കസ് ഓവറീസിലായിരുന്നു മുന്നേ. ഇപ്പോൾ കൂടുതൽ ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ കൂടുതൽ എൻഡോക്രൈൻ ഫോക്കസ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ മോസ്റ്റ്ലി ഗൈനക്കോളജിസ്റ്റ് പറയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അപ്പോൾ പ്രത്യേകിച്ച് ഹോർമോണൽ ടാബ്ലറ്റ്സ് ഒന്നുമില്ല, പക്ഷേ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾ പറയും ചെയ്തോളൂ, നോർമലി ചെയ്യുന്ന സെഷനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. അതാണ് പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുക. അൺലെസ് ദർ ഇസ് എൻ അഫോർഡബിലിറ്റി ഫാക്ടർ ഇൻവോൾവ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി കൻ നോട്ട് ഫോഴ്സ് എ പേഷ്യൻ്റ് ഇത്രയും ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ട് ഇത് ചെയ്യൂ എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇഫ് ദേ കനോട്ട് അഫോർഡ്, ദേ കനോട്ട് അഫോർഡ് അല്ലേ. അപ്പോൾ ദേ ഹാവ് ടു ഡു വാട്ട് ദേ ആർ ഡൂയിങ്. നല്ല ഈ ഷേവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫേസ് വാക്സ് ചെയ്യുന്നതിന് ഇതിനൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. ഉണ്ട്. കാരണം വാക്സിങ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറേ ഇല്ല. നോട്ട് ജസ്റ്റ് പുള്ളിങ്, കാരണം കുറേ റിയാക്ഷൻസ് വരുന്നുണ്ട് വാക്സ് കാരണം. ഷുഗർ വാക്സ്, പിന്നെ ഹോട്ട് വാക്സ്, ബേൺസ് ആഫ്റ്റർ ഹോട്ട് വാക്സ്, ഷുഗർ വാക്സ് കഴിഞ്ഞിട്ട് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്, പിന്നെ വീറ്റ്, എനി അതർ, ഐ എം നോട്ട് മെൻഷനിങ് ബ്രാൻഡ്സ് ബട്ട് സിമിലർ തിങ്സ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് പെർട്ടിക്കുലർ ബ്രാൻഡ്, ലൈക്ക് സിമിലർ അങ്ങനത്തെ ആ ഒരു ലൈൻ ഓഫ് ക്രീംസിലുള്ള അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് കാരണം ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി പ്രൊഡക്റ്റ് റിലേറ്റഡ് ഹെയർ റിമൂവൽ ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറില്ല. അതിനേക്കാളും ബെറ്റർ റേസർ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറയും ലേസർ.
എന്ത് പറഞ്ഞാൽ ഞാൻ പറയും ലേസർ. അപ്പോൾ ഡോക്ടർ പേഷ്യൻസ് പറയും ഡോക്ടർ പറയുന്നത് ലേസറാണോ റേസറാണോ? ഞാൻ പറഞ്ഞു ലേസർ ലേസർ. അപ്പോൾ അത് പറയും അഫോർഡബിലിറ്റി ഫാക്ടർ ഒരു ഇതാണെങ്കിൽ അവർ അപ്പം ഞാൻ റേസർ യൂസ് ചെയ്യും. ആൻഡ് എപ്പിലേഷൻ ഓൾസോ സ്റ്റിൽ എ വെരി കോൺട്രവേഴ്ഷ്യൽ തിങ്. ചിലർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ചിലവർക്ക് ചെയ്യുമ്പോൾ ഈ ഹെയർ വരുന്ന ഇത് ഫോളിക്കുലൈറ്റിസ് അല്ലെങ്കിൽ ഇൻഗ്രോൺ ഹെയർ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഹെയർ റിമൂവൽ ടെക്നീക്സ് കൊണ്ട് ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ സ്ട്രോബെറി ബെസ്റ്റ് ലേസർ ഫോർ ഫോർ ഷുവർ. ബിക്കോസ് നമ്മൾ ഡിഫറൻസ് കാണുന്നു പേഷ്യൻസിൽ. വി ആർ സീയിങ് ദ സ്കിൻ ഇസ് സ്മൂത്ത് ലൈക്ക് ബട്ടർ ആഫ്റ്റർ ലേസർ. പിന്നെ ലോട്ട് ഓഫ് ഡിഫറൻസ് അവരുടെ ലൈഫ് കുറേ രീതിയിൽ അവർക്ക് അത് എളുപ്പമാവുന്നു അത് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അൺലെസ് അല്ലെങ്കിൽ എവറി 2 വീക്ക് ഇപ്പോൾ ഗ്രോത്ത് ഉള്ളവർക്ക് എവറി 3 days 4 days ചെയ്യേണ്ടി വരും. യുനോ റേസർ ആണെങ്കിൽ. എപ്പിലേഷൻ ആണെങ്കിൽ മേ ബി 7 to 10 days ഡിപ്പെൻസ് അല്ലേ, ഓരോരുത്തരുടെ ഹോർമോൺസും ജെനറ്റിക്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇനി ഹെയറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഹെയർ തിന്നുന്നുണ്ട്. മിക്കവാറും ഒരു 98% ആൾക്കാരുടെയും, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും എല്ലാവർക്കും ഹെയർ ഫോൾ ഉണ്ട്. ആൻഡ് നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ ഓയിൽസ്, ആയുർവേദിക് ഹെയർ ഓയിൽസ്. ബിക്കോസ് നമ്മുടെ കേരളത്തിൽ നിന്നായതുകൊണ്ട് ഞാനൊക്കെ ഭയങ്കര ഫാനാണ്. അതായത് നോട്ട് ബിക്കോസ് ഹെയർ ഗ്രോ ചെയ്യും എന്ന് വിചാരിച്ചിട്ടല്ല, ബട്ട് എനിക്ക് ആ ഒരു പ്രോസസ്സും അതിൽ നിന്ന് കിട്ടുന്ന റിഫ്രഷിങ് ആയിട്ട് എനിക്ക് തോന്നാറുള്ളതുകൊണ്ട് യൂഷ്വലി നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളോട് പറയില്ലേ ഡോണ്ട് യൂസ് ഓയിൽ എന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വന്നിട്ട് എനിക്കതില്ലാതെ ബിക്കോസ് ഇറ്റ് ഫീൽ സോ ഗുഡ്. എല്ലാവരും അങ്ങനെ ഓയിലൊക്കെ ചെയ്യും പ്രിഡോമിനന്റ് കേരള നമ്മൾ മലയാളി അങ്ങനെയാണ്. അങ്ങനെയാണ്. പക്ഷേ എത്രത്തോളം ദിസ് ആയുർവേദിക് ഹെയർ ഓയിൽസ് ആർ ഹെൽപ്പിംഗ് യു ഗ്രോ യുവർ ഹെയർ according to a dermatologist? Oil is again a very controversial topic in terms of ഹെയറിൻ്റെയും സ്കാൽപ്പിൻ്റെയും ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ. ഇപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ വലിയ സ്റ്റഡീസൊന്നുമില്ല ഇന്ന ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ വലുതാവും, അല്ലെങ്കിൽ ഇന്ന ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചറൊന്നുമില്ല If ഇതിനെപ്പറ്റി. it works for you, works for you. എക്സാക്ട്ലി. ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു വർക്ക്സ് ഫോർ യു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നത്. അൺലെസ് ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അലർജി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളിക്കുലൈറ്റിസ് എന്ന് പറയും. ആ ഓയിൽ മറ്റേ ഹെയർ വരുന്ന ഹോളിനകത്തോട്ട് സീപ്പായി അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി, അങ്ങനത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരൊക്കെ രാത്രി അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഷവർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ചിലർക്ക് അത് ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല, പക്ഷെ ചിലവർക്ക് അത് ഈ ഫോളിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ ഹെയർ അവിടുന്ന് പോകുന്നു ഇൻഫെക്ഷൻ കാരണം. അപ്പോൾ ഒരു നോ പ്രോബ്ലം തൊട്ട് ഒരു സിവിയർ പ്രോബ്ലം വരെ ഉണ്ടാക്കാവുന്ന സിറ്റുവേഷൻസും ഉണ്ട് ഓയിലിന്. അപ്പോൾ അതൊക്കെ ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡൻ്റ്. അൺലെസ് ആ പ്രൊഡക്റ്റ് അത്രയ്ക്ക് മോശമാണ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുമെങ്കിൽ മാത്രമാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ട എന്ന് പറയത്തുള്ളൂ. സോ ജനറലി ഓയിൽസ് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്, പേഷ്യൻസിന് ഗ്രോത്ത് ഉണ്ടാക്കാറുണ്ട്. ചില ഓയിലിനകത്ത് അവർ ആഡഡ് സർട്ടൻ കോമ്പണൻസ് ആഡ് ചെയ്യുന്നുണ്ട് ടു ഗ്രോ ഹെയർ. Okay. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെറിയ ഉള്ളി, അത് വരെ അത് ഇറ്റ് ഈസ് ദെയർ. ഈവൻ മെഡിക്കേറ്റഡ് സിറത്തിനകത്ത് ഈ ചെറിയ ഉള്ളി ഉണ്ട്. ചില ഇൻഗ്രീഡിയൻസ് ചിലതിനകത്തുണ്ട്. സോ വി കനാൻ എങ്ങനെ റബ്ബിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഡെഫിനറ്റ്ലി ചില കോമ്പണൻസ് ആ ഹെൽപ്ഫുൾ ഫോർ ഹെയർ ഗ്രോത്ത്, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു നോ അങ്ങനെ ഒരു ഇതല്ല, ഒരു ഗ്രേ സോൺ എന്ന് പറയാം. വാട്ട് എവർ ഇസ് ഹെൽപ്പിംഗ് യു കണ്ടിന്യൂ. ഓക്കെ. ഇനി ഹെയർ വാഷ്, ഇതിനെക്കുറിച്ചും ഒരുപാട് തിയറീസ് ഉണ്ട്. എല്ലാ ദിവസവും തല കുളിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികന്മാരെല്ലാവരും, അങ്ങനെ പറയുന്നവരുമാണ്. അതായത് കുളിച്ചാൽ അന്നത്തെ ദിവസം ഓക്കെ യു ജസ്റ്റ് വാഷ്ഡ് ഓഫ് ദ ഡേയ്സ് എനർജി, അല്ലെങ്കിൽ യു ആർ ജസ്റ്റ് ഫ്രഷ് ഫോർ എ ന്യൂ ഡേ, അങ്ങനെ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പം ഓഫ് കോഴ്സ് സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ പൊല്യൂഷൻ ലെവൽ, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ആസ് എ ഡെർമറ്റോളജിസ്റ്റ് വീക്ക്ലി എത്ര തവണ ഹെയർ വാഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ഹെയർ ഷാംപൂ, കണ്ടീഷണർ ആൻഡ് ഹെയർ മാസ്ക്, ഇതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ വെൻ വി choose one? ഓക്കെ. സോ ഹെയർ ഷാംപൂയിങ് ഈ പറഞ്ഞ പോലെ അഗെയിൻ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഓരോരുത്തരുടെ സ്കാൽപ്പിൻ്റെ കുറച്ച് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷാംപൂയിങ് ഫ്രീക്വൻസി പറയുന്നത്. ഓക്കെ. ഈ ഹെയർ വാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഷാംപൂ യൂസ് ചെയ്തിട്ടാണോ അല്ലയോ എന്നുള്ളത് ക്ലിയർ ആക്കണം പേഷ്യൻ്റെ അടുത്ത്. ഷാംപൂ യൂസ് ചെയ്ത്
അപ്പോൾ ഹെയർ വാഷ് നമ്മൾ ജനറലി പേഷ്യൻ്റ് അടുത്ത് പറഞ്ഞാൽ അവർ വിചാരിക്കും ജസ്റ്റ് വെള്ളം വെച്ച് കഴുകുക. ആ. അങ്ങനെയുള്ള അത് okay ആണോ കോൺസെപ്റ്റ് എല്ലാ ഉണ്ട്. ദിവസവും ചെയ്യുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. സോ അത് ഫസ്റ്റ് അവരുടെ അടുത്ത് ചോദിക്കണം. ആ. അത് ഇപ്പോൾ ദർ ആർ പേഷ്യൻസ് ഇപ്പോൾ ഹെയർ ഡെയിലി ഷാംപൂ ഇട്ട് കഴുകുന്നവരുണ്ട്. ഓക്കെ. ഒരു കുഴപ്പമില്ല. ആ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നല്ലൊരു ഓയിലി സ്കാൽപ്പുള്ള ഒരു പേഷ്യൻറ്റ് ജിമ്മിൽ പോകുന്നു, വരുന്നു, അവർ ഇത്തിരി ഷാംപൂ, ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യുന്നതുകൊണ്ട്, ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അൺലെസ് ആ ഷാംപൂ ഫുൾ ഓഫ് സേ പാരബൻസ് ഓയിൽസ് ഫുൾ ഓഫ് സിലിക്കോൺസ്, കുറേ എന്താ പറയുക പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ഒരു ഡാമേജിങ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഡെയിലി ഒരു മൈൽഡ് ഷാംപൂ പോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഇനിയിപ്പോൾ അത്രയ്ക്ക് ഒരു എന്താ പറയുന്ന സ്വെറ്റിംഗ് അല്ല, ഓയിലി അല്ല, പിന്നെ വർക്കൗട്ട്സോ അല്ലെങ്കിൽ അധികം ജോലി ഇങ്ങനെ ബിൽഡപ്പ് വരുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 2-3 ദിവസമോ രണ്ട് ദിവസം 2 to 3 times a week ഷാംപൂ ചെയ്യാം. ഓക്കെ. ഓക്കെ, സോ ദാറ്റ് ഷുഡ് ബി ദ ഫ്രീക്വൻസി. ഒരു ജനറൽ ഒരു ഫ്രീക്വൻസി പറയുകയാണെങ്കിൽ ഇതായിരിക്കും നല്ലത്. പിന്നെ കണ്ടീഷണർ ജനറലി പറഞ്ഞ പോലെ നോക്കുക എല്ലാത്തിനും. ഇപ്പോൾ ഈ പാരബൻ ഫ്രീ, പിന്നെ സിലിക്കോൺ ഫ്രീ, ആൽക്കഹോൾ ഫ്രീ, ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കണം. ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. And whenever we are using a shampoo, we should use a conditioner. കണ്ടീഷണർ അതെന്തായാലും മാൻഡേറ്ററി ആണ്. ബിക്കോസ് അത് ഇറ്റ് വിൽ റിപ്പ് ഓഫ് എല്ലാം ഡ്രൈനെസ് ഉണ്ടാക്കും ആ. അല്ലെങ്കിൽ. സോ ഡെഫിനറ്റ്ലി ഒരു കണ്ടീഷണർ ഇട്ടിട്ട് ഒന്ന് സ്കാൽപ്പിൻ്റെ ആ സ്കിന്നിനും നോർമലി നമ്മൾ കണ്ടീഷണർ ഇടത്തില്ല. അപ്പോൾ ആ സ്കാൽപ്പിൻ്റെ ആ സ്കിന്നിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഹെയറിൻ്റെ ഒരു ടെക്സ്ചറിന് വരുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിനൊരു ആഡഡ് ബെനിഫിറ്റ് ഒന്നും ആസ് എ കണ്ടീഷണർ ഫോർ ഹെൽത്ത്, look good. സ്കാൽപ്പ് ഹെൽത്ത് എന്നുള്ള രീതിയിൽ ഇറ്റ് ഡസൻ കോൺട്രിബ്യൂട്ട് മച്ച്. ഇറ്റ്സ് മോർ ലൈക്ക് ലുക്ക് ഗുഡ്, ടെക്സ്ചർ ഗുഡ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് മാത്രം. സെയിം അപ്ലൈസ് ഫോർ ഹെയർ മാസ്ക് ഓൾസോ. ഓക്കെ. അല്ലാതെ അത് സ്കാൽപ്പ് ഹെൽത്തിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇല്ല. ഹെയറിന്റെ ടെക്സ്ചറും വേണമെങ്കിൽ മാറ്റാം. അത്രേ ഉള്ളൂ. ഓക്കെ. ആൻഡ് ഹെയർ ഗ്രോത്ത് സീറംസ്, ഇറ്റ്സ് ട്രെൻഡിങ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സീറം ഉണ്ടോ ദാറ്റ് യു സ്വെയർ ബൈ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഗ്രോ? There is no one hair serum that helps for all. ഓക്കെ. ഓക്കെ, ഹെയർ സിറംസ് എന്ന് പറയുമ്പോൾ ഇതും ഈ പറഞ്ഞ ബ്രോഡ് കാറ്റഗറിയാണ്. ഇപ്പം നമുക്ക് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന കുറേ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഇപ്പോൾ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. ഐ ഡോണ്ട് ഹാവ്, ഞാൻ നെയിം ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല. ഇഷ്ടംമാതിരി Yeah. പീപ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. Yeah. ദേ ആർ എഫക്റ്റീവ്. അത് എഫക്റ്റീവ് ആണ്. കാരണം അതിനകത്തുള്ള ചില കോമ്പണൻസ് ഒക്കെ നല്ലതാണ്, അത് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർലൈൻ കോസ് അഡ്രസ്സ് ചെയ്യാതെ എന്ത് അപ്ലൈ ചെയ്തിട്ട് എന്താ കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഫാർമസി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിറംസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന, ഡെർമറ്റോളജി റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കുറേ ഉണ്ട്. കുറേ കോമ്പണൻസ് അടങ്ങിയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ലോഡ് ഓഫ് ദം, പാമിനെക്സിൽ, ഇപ്പോൾ റിഡൻസിൽ, കുറേ ലോഡ് ഓഫ് മോളിക്യൂൾ വിച്ച് ആർ ഗുഡ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മിനോക്സിഡിൽ, ബട്ട് അതർ ദാൻ മിനോക്സിഡിലുള്ള മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്നതിന് മുന്നേ ഇത് എന്തുകൊണ്ടാണ് ഈ ഹെയർ ഫോൾ വരുന്നതെന്ന് അറിയാതെ ഇറ്റ്സ് വി കനോട്ട് മൂവ് ഫോർവേഡ്, അല്ലേ? അണ്ടർലൈങ് ആയിട്ടുള്ള ട്രീറ്റ് ചെയ്യണം അല്ലേ? അണ്ടർലൈൻ ആയിട്ടുള്ളതാണ് മെയിൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് എന്ത് അപ്ലൈ ചെയ്തിട്ടും മുടി കുറച്ച് ബെറ്റർ ആവും. പക്ഷേ ആഫ്റ്റർ 3 months വെൻ യു സ്റ്റോപ്പ് അത് പിന്നെയും കൊഴിയാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ ഒരു ലാബ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡോക്ടറെ കണ്ടിട്ട് അണ്ടർലൈൻ കോസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്ന മെയിൻ തിങ്. ഏത് സിറം വർക്ക് ചെയ്യണമെങ്കിലും ആ അണ്ടർലൈൻ റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബോൾഡിങ് പാറ്റേൺ ഹെയർ ഫോളിന് ചുമ്മാ ഒരു ഹെയർ സിറം യൂസ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ്. കാരണം ആൻഡ്രോജൻസ് ആക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ആ ബോൾഡിങ് പാറ്റേൺ എങ്ങനെ നമ്മൾ ഹെയർ സിറം വെച്ചിട്ട് അത് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. ഓഫ് കോഴ്സ് കുറച്ചൊരു ഷോർട്ട് ടേമിന് ബെറ്റർ ആക്കുമായിരിക്കും. ഫോർ ലോങ് ടേമിന് അതൊന്നും ശരിയാകത്തില്ല. നമ്മൾ വി ആർ ജസ്റ്റ് ലൂസിങ് ടൈം. അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഓൾറെഡി ഭയങ്കര ഈ സോ കോൾഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആസ് ഇൻ ദിൽ ബി ഫെയർ, ദിൽ ബി പിങ്കിഷ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഇത് കാണുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ. അപ്പോൾ അവരുടെ ഒരു ഇൻസെക്യൂരിറ്റിനെ കൂടിയാണ് ഇത് പോക്ക് ചെയ്യുന്നത് ഇൻ എ വേ. ആൻഡ് സംഹൗ ഒരു ഡെല്യൂഷണറി വേൾഡ് അവർ ഇമാജിൻ ചെയ്യാണ്, ഓക്കെ ഐ ക്യാൻ ബിക്കം ലൈക്ക് ദെം എന്ന്. അപ്പോൾ ഇങ്ങനെ കാണുന്നവർ ഒരുപാടുണ്ടാവും, കണ്ടിട്ട് വാങ്ങിക്കുന്നവരും ട്രൈ ചെയ്യുന്നവരും വീണ്ടും ഡിസപ്പോയിൻറ്റഡ് ആവുന്നവരും ഒക്കെ ഉണ്ടാവും. ആവശ്യത്തിന് കോൺഫിഡൻസ് ഉള്ള ചിന്തിച്ച് ഡിസിഷൻ എടുക്കുന്ന
വേണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ പറ്റുന്നവരുണ്ട്. നമുക്കിതിലിപ്പോൾ ആരെയും കുറ്റം പറയാനില്ല. ഇറ്റ്സ് ലൈക്ക് എവരി വൺ ആർ ഡൂയിങ് ദെയർ ജോബ് എന്ന് തന്നെ ഉള്ളൂ. കറക്റ്റ്. പക്ഷെ എന്നാലും എന്താണ് ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ഇങ്ങനെ കാണുന്നവരോട് ഡോക്ടർക്ക് പറയാനുള്ളത്? സോ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് യുവർ ചോയ്സ് അല്ലേ വെദർ വി ഷുഡ് ടേക്ക് ഇറ്റ് ഓർ നോട്ട്. സോ ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പേഴ്സൺ ഇത് കാണുമ്പോൾ വാട്ട് ആർ ദെയർ തോട്ട്സ്. സോ സോ വാട്ട് ഐ ടെൽ മൈസെൽഫ് ഇസ് ദാറ്റ് ഐ ഹോപ്പ് ദേ ഡോണ്ട് ബൈ ഇറ്റ്, യുനോ, ഓർ സംടൈംസ് ഐ സീ ഗുഡ് വൺ ഓൾസോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഐ ഹോപ്പ് ദേ ബൈ ഇറ്റ്, ബട്ട് ഐ ഹോപ്പ് ദേ നോ ഹൗ ടു യൂസ് ഇറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു നമുക്കത് അതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അവർ ഡിസിഷൻ എടുക്കണം, അവരത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് ഒന്ന്. രണ്ടാമത് അത് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് അതിനെപ്പറ്റി നല്ല അറിവ് വേണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതുകൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസസും അവർ അവെയർ ആയിരിക്കണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുമ്പോൾ തന്നെ അത് അവർ നിർത്തണോ അതോ അത് അവർ പോയി ഡോക്ടറെ കാണിക്കണോ എന്നുള്ളൊരു ഇതും കൂടെ വേണം. സോ ഐ റെക്കമെൻഡ് ഇസ് ദാറ്റ് whoever is promoting any product should always put a label saying that if you have sensitive skin or any acne, it's maybe not for you, check with your doctor, so it'll be useful for them. So അവരങ്ങനെ ബ്ലൈൻഡ്ലി അത് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ജസ്റ്റ് ലൈക്ക് നമ്മുടെ മൂവി ആഡ്സ് പറയുന്ന പോലെ സിഗരറ്റ് injurious. Of course, smoking is injurious to health. They are showing a cigarette ad or whatever. Still, not. I'm just saying any ad for that in the movie or like they show a scene where they're smoking. They obviously say that smoking is injurious to health. എന്ന് പറയുന്ന പോലെ, of course, we cannot relate to that. But I'm just telling some products when we market, we need to label a few things. That is our. As a person who is talking to such a big audience, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് അവരുടെ അടുത്ത് പറയേണ്ടത്. ദിസ് മേ നോട്ട് ബി സൂട്ടബിൾ ഫോർ യുവർ സ്കിൻ ഓർ ദിസ് മേ നോട്ട് ബി ഫോർ യു, ബട്ട് you can buy it, and if you have any doubts, always check with your doctor, or that will അതെനിക്കൊന്ന് കുറച്ചും കൂടി ഒരു അവെയർനെസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പെട്ടെന്നുള്ള ആ ഒരു ഈ പറഞ്ഞ പോലെ ആ ഇൻസെക്യൂരിറ്റിയിലുള്ള പോക്ക്, നമുക്കത് ആ പ്രോഡക്റ്റ് എന്തായാലും വാങ്ങിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ ബെറ്റർ ആവത്തില്ല എന്നുള്ളൊരു ആ ഒരു ലൈനിൽ ആ റഷ് വരാതിരിക്കാനായിട്ട് ഐ തിങ്ക് we should be more responsible when we do marketing for a product is what I feel from my side. What even ഞാനും കുറേ പ്രോഡക്റ്റ് കണ്ടിട്ട് വാങ്ങിച്ചിട്ട് some has worked for me also. I'm talking about a lot of dermatologists internationally, very who promote, like for example the first time launch, how they promote internationally sometimes has helped us, but more as scientifically science background കുറേ സ്റ്റഡീസ് ഉണ്ട്. സോ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ട് അങ്ങനത്തെ ആകുമ്പോഴത്തേനും. അപ്പോൾ കുറേയൊക്കെ വേറെ ലോട്ട് ഓഫ് പോസിറ്റീവ്സ് ഉണ്ട്, ലോട്ട് ഓഫ് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പം എല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ മാത്രമേ നമ്മളത് ഉപയോഗിക്കത്തുള്ളൂ. ആസ് എ ഡെർമറ്റോളജിസ്റ്റ്, what does aging gracefully mean to you? Aging gracefully means a lot to us, കാരണം that brings us to what I would say something called prejuvenation and a lot of hype terms on the collagen banking. So എനിക്ക് പറയാനുള്ളത് is that ഇപ്പോൾ 20s ഏർലി നമ്മൾ ആ 30s എത്തുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഏജിങ് ഗ്രേസ്ഫുള്ളി സ്റ്റേജിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, സോ ടേക്കിംഗ് എ ഗുഡ് സ്കിൻ കെയർ റൂട്ടീൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്യും ആ ഒരു ഏജിങ് ഗ്രേസ്ഫുള്ളി പാത്തിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട്. നമുക്ക് അധികം പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരത്തില്ല. നമ്മൾ കുറേയും കൂടെ സ്കിന്നിന് സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ആസ് എ പേഴ്സൺ, ഫോർ മീ ഓൾസോ ഇറ്റ് വാസൻറ്റ് ഈസി. കാരണം ഈവൻ എനി ഡെർമറ്റോളജിസ്റ്റ്, എവറിബഡി ഹാസ് ഹാഡ് ദെയർ ഓൺ ജേർണി ഓഫ് ആക്നി ബ്രേക്ക്ഔട്ട്സ്, പിഗ്മെൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രഗ്നൻസി കാരണം ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, വെയ്റ്റ് ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ഇഷ്യൂസ്, എല്ലാവരും ആ ഒരു ഫേസ് കൂടെ കടന്നു പോകുന്ന മെൻ ആൻഡ് വിമൻ ആണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു വെയ്റ്റ് ഗെയിൻ, വെയ്റ്റ് ലോസ്, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്റ്റേജ്, പിന്നെ അല്ലെങ്കിൽ ആക്നി സ്റ്റേജ്, അല്ലെങ്കിൽ ഹെയർ ഫോൾ, എല്ലാവരും അത് കൂടെ കടന്നു പോകുന്നു. സോ ഡെഫിനറ്റ്ലി ഏജിങ് ഗ്രേസ്ഫുള്ളി മീൻസ് വി ആർ ടേക്കിംഗ് കെയർ ഓൾസോ. അപ്പോൾ ആ ഒരു ചെയ്യുന്ന ആൾക്കാർ
ഇപ്പോഴും ഏജിങ് ഗ്രേസ്ഫുള്ളി ഉള്ള ആൾക്കാരുണ്ട്. എനിക്കറിയുന്ന കുറേ പേരുണ്ട്. ദാറ്റ് പൂൾ ഓഫ് പേഷ്യൻസ് എനിക്ക് വരുന്നവർ ഹു ഐ സ്റ്റിൽ അഡ്മയർ. ഓ ലുക്ക് അറ്റ് ദ ഹെയർ, ലുക്ക് അറ്റ് ദ സ്കിൻ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ദോ നോട്ട് ഇൻ മൈ ജനറേഷൻ. ബട്ട് ഇറ്റ്സ് നൈസ് ടു വാച്ച് ആൻഡ് ലേൺ ഫ്രം ദെം. അപ്പോൾ ഓൾവേസ് സ്റ്റാർട്ട് ഏർലി. ഇൻവെസ്റ്റ് ടൈം ഇൻ യുവർ സ്കിൻ, ഇൻ യുവർ ഹെൽത്ത്. ഇറ്റ് വിൽ ഷോ. ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പോൾ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാതെ തന്നെ വിത്ത് എ ഗുഡ് സ്കിൻ കെയർ വി ക്യാൻ ഏജ് ഗ്രേസ്ഫുള്ളി. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ Thank മച്ച്. you. ഞാൻ എൻ്റെ കുറേ സംശയങ്ങൾ ചോദിച്ചു. അതും നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയും സംശയങ്ങളാണ് അതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ഇവിടുന്ന് ദുബായിലേക്കും ദുബായിൽ നിന്ന് തിരിച്ചും ഷട്ടിൽ സർവീസ് നടത്തുന്ന ആളാണ് ഇത്. അപ്പോൾ ആ തിരക്കിനിടയിൽ ഇവിടെ വന്നതിന്, ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. Thank അപ്പോൾ you. ഒരുപാട് പേരുടെ സ്കിന്ന് ബെറ്റർ ആക്കാൻ, അവരുടെ ഡ്രീം സ്കിന്നിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Yes. താങ്ക് യു സോ Thank മച്ച്. you, dear Shubhla. Thanks a lot.